4 വരി പാടാം. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു 4 വരി ഞാൻ പാടാം. പാൽനിലാവിനും ഒരു നൊമ്പരം പാതിരാക്കിളി എത്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ കൺകളിൽ കണ്ണുനീരില്ല. മണ്ണിനു മരങ്ങൾ ഭാരം മരത്തിൽ ചില്ലകൾ ഭാരം തുടരു ഭാഗം കൂടഴിഞ്ഞ പക്ഷികൾ പക്ഷിക്ക് ചിറകു ഭാരം ചിറകു തൂവലിനു ഭാരം തൂവലോ കാറ്റിനു ഭാരം കാട്ടിലാണ് തോളങ്ങൾ. പാൽനിലാവിനും ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ കൺകളിൽ കണ്ണുനീരില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു പാട്ട്, മനസ്സിൽ വന്ന പാട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അതൊന്ന് പാടി നോക്കി. അത് നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഇത് പാടാൻ അത് പാടി നന്നാക്കാൻ, സ്വരം നന്നാക്കാനല്ല, അത് മനസ്സിലിരിക്കട്ടെ. ഓന്നെ ദിനേശ വേണ്ട. ഓക്കെ, ഇനി ആരെങ്കിലും സ്വരാജ് എവിടെ? സ്വരാജ് പാടുമെന്ന് പറഞ്ഞു വരും അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും കൂടെ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. കാരണം ഇങ്ങനൊരു ആനുവൽ മീറ്റിംഗ് എല്ലാവരും ഒരുമിച്ച് കാണാനും സൗഹൃദം പങ്കിടാനും 2 വാക്കുകൾ സംസാരിക്കാനും വഴിയൊരുക്കി തന്ന അമ്മയുടെ നമ്മുടെ പ്രസിഡന്റ് മോഹൻലാൽജിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇവിടെ നമ്മുടെ സുരേഷ് ഗോപി വന്നു, നമ്മുടെ സെൻട്രൽ മിനിസ്റ്ററായ അദ്ദേഹം ഇവിടെ വന്ന് എല്ലാവിധ രീതിയിലുള്ള സംസാരങ്ങളും സംസാരിച്ചു. നമുക്കിപ്പോൾ 2 മന്ത്രിമാരാണുള്ളത്. ഒന്ന് ഗണേഷ് കുമാർ, മറക്കരുത്. ആദ്യം വന്ന് സ്റ്റേറ്റ് മന്ത്രിയായിട്ട് ഗണേഷ് വന്നു, അതിനുശേഷം വന്ന് സെൻട്രൽ മന്ത്രിയായ സുരേഷ് ഗോപി. കാരണം നമ്മുടെ അമ്മയ്ക്ക് അഭിമാനാർഹമായ 2 മന്ത്രിമാർ നമ്മുടെ അസോസിയേഷനിലുണ്ടെന്നുള്ളത് വളരെ ഒരു സ്നേഹം നിറഞ്ഞൊരു കാര്യമാണ് നമുക്കെല്ലാവർക്കും. ഓ, അടുത്ത മന്ത്രി ഞാൻ തന്നെ, പിന്നെന്ത്, അതൊക്കെ വരാം, അത് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തല്ലേ, 26-നല്ലേ, സമയം കിടക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിൽ കൂടി മുന്നോട്ട് അമ്മയെ കൊണ്ടുപോകണം. അതിന് ബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു താങ്ങും തണലും എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച് അമ്മ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. PTE ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.